പ്രേതകഥകൾക്ക് യാതൊരു ക്ഷാമവുമില്ലാത്ത കേരളത്തിൽ ഇന്നും പ്രേതബാധയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അത്തരത്തിൽ ഏറെ പ്രശസ്തമായ ഒരിടമാണ് ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റിന് സമീപത്തെ കുളം. കൃത്യമായി പറഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിലെ ഹൈമാവതി കുളം. രാത്രികാലങ്ങളിൽ ഇവിടെ ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നതിന് നിരവധി പേരാണ് സാക്ഷികളായത്. ഇത്തരം ഭീകരത സൃഷ്ടിക്കുന്ന ഈ കുളം എങ്ങനെ ഹൈമാവതി കുളമായി മാറി എന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഇപ്രകാരമാണ്. 1950-ൽ ഇവിടെ ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു. ആ ബ്രാഹ്മണ കുടുംബത്തിൽ മെലിഞ്ഞ് പൊക്കമുള്ള നീണ്ട മുടിയോടുകൂടിയ അതിസുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു ഹൈമാവതി. സുന്ദരിയായ അവൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവുമായി അടുപ്പത്തിലായി. അങ്ങനെ അവരുടെ പ്രണയം വീട്ടിലറിഞ്ഞു. വീട്ടുകാർ ആ ബന്ധം എതിർക്കുകയും വിവാഹം നടത്താൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. ഇതിൽ മനംനൊന്ത് ഹൈമാവതി കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കഥ. മറ്റൊരു കഥയും നിലവിലുണ്ട്. അതിൽ ഹൈമാവതിയുടെ വീട്ടുകാർ അവളുടെ കാമുകനെ അടിച്ചവശനാക്കി ആ കുളത്തിൽ മുക്കിക്കൊന്നുവെന്നും ഇതറിഞ്ഞ ഹൈമാവതി അതേ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തുവെന്നും പറയപ്പെടുന്നു. പിന്നീട് ആ കുളം ഹൈമാവതി കുളമായി അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ ആഗ്രഹം പൂർത്തിയാക്കാതെ മരിച്ച അവളുടെ പ്രേതം യക്ഷിയായി ഇവിടുള്ള കാടുകളിലും പരിസര പ്രദേശങ്ങളിലും ഇന്നും ചുറ്റിത്തിരിയുന്നുണ്ട്. ഈ കുളത്തിനടുത്തായി പാടെ നശിച്ച ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് ഹൈമാവതിയുടെ വീടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇപ്പോഴും കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ചില സമയത്ത് കാടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കാറുണ്ടെന്നും ജനലരിയിലായി രണ്ടാൽപ്പൊക്കത്ത് നടന്നു പോകുന്ന ഒരു സ്ത്രീരൂപം കണ്ടതായും പറയപ്പെടുന്നു. ടെക്നോ പാർക്കിൽ നിന്നും രാത്രി വൈകി ജോലി കഴിഞ്ഞിറങ്ങിയ പലരും ക്യാമ്പസ് പരിസരത്തെ റോഡിൽ വെച്ച് വിചിത്ര രൂപമുള്ള ഒരാളെ കണ്ടുവെന്നും കഥയുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹൈമാവതിയുടെ പ്രേതം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇവിടെയുള്ള ആത്മാവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ വന്നവർക്ക് അത്തരത്തിലൊരു എനർജി കണ്ടെത്താൻ ആയിട്ടില്ലെങ്കിലും ഹൈമാവതി കുളത്തിൽ ഒരു പ്രത്യേക വൈബ്രേഷൻ അവർക്ക് കണ്ടെത്താനായിട്ടുണ്ട്. സത്യമോ മിഥ്യയോ എന്ന് കണ്ടെത്താനാവാതെ ഹൈമാവതി ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.